അവസാനം നമ്മൾ ഓരോ മലയാളികളും ആഗ്രഹിച്ചതുപോലെ ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് അവൾക്ക് മാസ്ക് എല്ലാം അണിയിച്ച് നൽകിയിരിക്കുന്നത്? ദയവ് ചെയ്ത് അതെല്ലാം മാറ്റി അവളുടെ മുഖം നാട്ടുകാരൊന്ന് കാണട്ടെ. അവൾ ബസ്സിൽ നിൽക്കുമ്പോൾ ചിരിച്ച മുഖത്തോട് കൂടിയിട്ടല്ലേ നിന്ന് വീഡിയോ എല്ലാം ചെയ്ത് ഒരു പാവം മനുഷ്യനെ കൊലക്ക് കൊടുത്തിരിക്കുന്നത്. അവളുടെ ആ ചിരി ഒരിക്കൽ കൂടി നാട്ടുകാരെല്ലാവരും ഒന്ന് കാണട്ടെ. ഒന്നും കൂടി വൈറലാവാനും റീച്ചാവാനുമുള്ള കണ്ടന്റ് അല്ലേ. ദയവ് ചെയ്ത് അതിനെ അവളെ അനുവദിക്കൂ. ശരിക്കും ഇതുപോലെയുള്ള ക്രിമിനലുകളുടെ മുഖം മറയ്ക്കുവാനുള്ള ഒരു അവസരം പോലും നമ്മുടെ നീതിപീഠം നൽകാൻ പാടില്ല. എല്ലാവരും ഒന്ന് കാണട്ടെ അവളുടെ ചിരിയും അവളുടെ റീൽസും. പറ്റുവാണെങ്കിൽ ഒരു ഫോണും കൂടി ഒന്ന് അവളുടെ കയ്യിലേക്കൊന്ന് നൽകൂ. അവൾ ഒരു റീൽസും കൂടി ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ. വലിയ പിടിപാടുള്ള പുള്ളിക്കാരിയാണ്. മുൻകൂർ ജാമ്യത്തിനെല്ലാം നൽകിയിട്ടുണ്ട് എന്നാണ് ന്യൂസുകളിലെല്ലാം വന്നിരിക്കുന്നത്. ഇനി അത് തള്ളുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഷിംജിത. ലോകമെമ്പാടുമുള്ള ന്യൂസ് ചാനലുകളിൽ ഇപ്പോൾ ഷിംജിത ഒരു കണ്ടന്റായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പെയാണ് ഷിംജിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വടകരയിലെ തൻ്റെ ബന്ധുവീട്ടിൽ വെച്ചായിരുന്നു അറസ്റ്റ് ഉണ്ടായിരുന്നത്. ദീപക്കിനും ദീപക്കിന്റെ കുടുംബത്തിനും നീതി ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഞാനടക്കമുള്ള ഒരു വിഭാഗം തന്നെ ദീപക്കിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. കാരണം ദീപക് ഒരു നിരപരാധിയായ പാവം പച്ചയായ മനുഷ്യനാണ് എന്നുള്ളത് ഇന്ന് ലോകം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നിട്ടും ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ചില വർഗ്ഗങ്ങളുണ്ട്. അവരോട് വെറും പുച്ഛം മാത്രമാണ്. എന്തായാലും നമ്മുടെ ദീപക്കിന് അർഹിക്കുന്ന നീതി തന്നെ ലഭിക്കട്ടെ. ഇതുപോലെ വ്യാജ പരാതികളും വ്യാജ റീൽസുകളും പബ്ലിക് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. വെറും ആത്മഹത്യ പ്രേരണ എന്നുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവൾ ഇത് മാത്രമല്ല അർഹിക്കുന്നത്. തൂക്കുകയർ തന്നെ ലഭിക്കട്ടെ എന്നാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊരു ശിക്ഷയാണ് ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇതൊരു മാതൃകാ നടപടിയായി മാറും. സ്ത്രീകൾക്ക് വേണ്ടി ഉറക്കെ സംസാരിക്കുവാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ സ്ത്രീകളെ പോലെ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ അർഹതപ്പെട്ടതാണ് പുരുഷന്മാരും. സ്ത്രീകൾക്ക് ലഭിക്കുന്ന അതേ അവകാശവും അധികാരവും നമ്മുടെ പുരുഷന്മാർക്കും നീതിപീഠത്തിൽ ലഭിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. ഇനി സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി പോലും ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടു പോകരുത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കേരള പോലീസ് ഷിംജിതയുടെ പക്കലുള്ള ഫോൺ കൈക്കലാക്കിയതിനു ശേഷം അന്നേ ദിവസം ആ ബസ്സിൽ നടന്ന എല്ലാ ഡിജിറ്റൽ എവിഡൻസും പുറത്തു കാണിക്കണമെന്നാണ് എന്റെയും അഭിപ്രായം. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും ഇത്രയും നേരം ഡിലേ ആയതുകൊണ്ട് തന്നെ ഫോണെല്ലാം നശിപ്പിച്ചു കാണുമോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ആശങ്ക. നമ്മളെല്ലാവരും ആഗ്രഹിച്ച നല്ലൊരു നടപടി തന്നെ ഇതിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.